പ്രൈസ് ദി ലോർഡ്. ദൈവം ചൊരിഞ്ഞ നിരവധി നന്മകളെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 36-ാം തിരുവചനം ഇങ്ങനെ വെളിപ്പെടുത്തുന്നു: പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും. ക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. എന്തെന്നാൽ യേശുക്രിസ്തുവിലുള്ള ജീവാത്മാവിന്റെ നിയമം നിന്നെ പാപത്തിന്റെയും മരണത്തിന്റെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രരാക്കിയിരിക്കുന്നു. ഇത് ശരീരത്തിന്റെ പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കാതെ ദൈവാത്മാവിന്റെ പ്രചോദനമനുസരിച്ച് ജീവിക്കുന്നതിന് വേണ്ടിയാണ്. പുറപ്പാടിന്റെ പുസ്തകത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, ഇസ്രായേൽ ജനതയെ അടിമത്വത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച് തേനും പാലും ഒഴുകുന്ന സമൃദ്ധിയുടെ ദേശത്തിലേക്ക് കൊണ്ടുപോയപ്പോൾ ഇസ്രായേൽ ജനത അശുദ്ധിയിൽ നിന്നും വിശുദ്ധിയിലായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു. ഇന്നും ഓരോ മനുഷ്യനും സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് വിശുദ്ധിയിലായിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. കാരണം വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധിക്കുകയില്ല. സ്നേഹമുള്ളവരെ, വചനം പറയുന്നു, നിങ്ങളുടെ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുവിൻ. എന്തെന്നാൽ തന്റെ അഭീഷ്ടമനുസരിച്ച് ഇച്ഛിക്കാനും പ്രവർത്തിക്കുവാനും നിങ്ങളെ ഉത്തേജിപ്പിക്കുന്നത് ദൈവമാണ്. കർത്താവ് നൽകിയിരിക്കുന്നതും ദൈവം വിളിച്ചപ്പോഴുള്ളതുമായ ജീവിതാവസ്ഥയിൽ ഓരോരുത്തരും കഴിയട്ടെ. സ്നേഹമുള്ളവരെ, ദൈവാത്മാവിന്റെ പ്രചോദനമനുസരിച്ച് ജീവിക്കുന്നതിന് എല്ലാവർക്കും ദൈവത്തിന്റെ സ്വഭാവമായ വിശുദ്ധി ആവശ്യമാണ്. ഓരോ മനുഷ്യനും ശരീരത്തിലും മനസ്സിലും ആത്മാവിലും വിശുദ്ധി ആവശ്യമാണ്. അതുകൊണ്ട് നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിന്റെ കൃപയിലും അവനെ കുറിച്ചുള്ള അറിവിലും നിങ്ങൾ വളരുവിൻ എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആകയാൽ സഹോദരങ്ങളെ, നമ്മെ സ്വാതന്ത്ര്യത്തിലേക്ക് വിളിച്ച ദൈവത്തിന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. യേശു എന്ന വലിയ നാമത്തിന് മുമ്പിൽ നമുക്കുള്ള സർവവും കൊടുത്തുകൊണ്ട് പറയാം: യേശുവേ, അങ്ങേ ഞങ്ങൾ വാഴ്ത്തി വണങ്ങുന്നു. കാരണം അവിടുത്തെ നാമം ഉന്നതമായ നാമമാണ്. ആ നാമത്തെ ഏറ്റുപാടി ഞങ്ങൾ സ്തുതിക്കുന്നു. വാഴ്ത്തിടുന്നേ, ഞങ്ങൾ വണങ്ങിടുന്നേ ഉന്നതമാം നാമമേ. ആർത്തിടും സ്തുതിച്ചാർത്തിടും യേശു രാജാവിനെ. വാഴ്ത്തിടുന്നേ, ഞങ്ങൾ വണങ്ങിടുന്നേ ഉന്നതമാം നാമമേ. യാവേ യാഹ്വേ, യാഹ്വേ, യാവേ, യാവേ, ഹല്ലേലൂയ. അഗ്നിയിൽ സ്വർണം ഉരുക്കിയെടുത്തതുപോലെ ഞങ്ങളുടെ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു. ഹല്ലേലൂയ. വിശ്വാസത്തിൻ പരിശോധന പൊന്നുരുക്കും പോലെയല്ലേ. ആ പൊന്നുരുക്കും ശോധനയിൽ ഞാൻ ആശ്രയിക്കും നാമമിത്. വിശ്വാസത്തിൻ പരിശോധന പൊന്നുരുക്കും പോലെയല്ലേ. ആ പൊന്നുരുക്കും ശോധനയിൽ ഞാൻ ആശ്രയിക്കും നാമമിത്. യാഹ്വേ, യാവേ, glory, glory to God. യാവേ, 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 Jesus. Hallelujah. യാവേ, യാവേ. ഹോറേബിലെ മുൾപ്പടപ്പിൽ വെച്ച് മോശ ചോദിച്ചു, അങ്ങ് ആരാണ്? കർത്താവ് പറഞ്ഞു, ഞാനാകുന്നവൻ. ആ സത്യദൈവമാണ് യാഹ്വേ, ഇന്നും ജീവിക്കുന്ന കർത്താവായ യേശുക്രിസ്തു. മുൾപ്പടപ്പിൽ
ഹല്ലേലൂയ. നീ ആരെന്നുള്ള ചോദ്യത്തിന് ഞാനാകുന്നവൻ ഞാനെന്ന് അരുളിയ സത്യദൈവമേ, ഹോറേബിലെ മുൾപ്പടർപ്പിൽ നീ ആരെന്നുള്ള ചോദ്യത്തിന് ഞാനാകുന്നവൻ ഞാനെന്ന് അരുളിയ സത്യദൈവമേ, യാഹ്വേ, യാവേ, യേശു, യാവേ, ഗ്ലോറി, യാവേ, ഹല്ലേലൂയ. യാവേ, 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 യാവേ. പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപാടും യേശുക്രിസ്തു കർത്താവാണ്. ആ സർവശക്തന്റെ മുമ്പിൽ മൂലോകവും മുട്ടുകൾ മടക്കും. ആ നാമത്തെ ഇന്ന് ഞാൻ മഹത്വപ്പെടുത്തി ഏറ്റുപാടുന്നു. എല്ലാ മുഴങ്കാലും മടങ്ങും, എല്ലാ നാവും ഏറ്റുപാടും, യേശു മാത്രം കർത്താവെന്ന്. ആ നാമത്തിന്റെ മഹത്വത്തിനായി എല്ലാ മുഴങ്കാലും മടങ്ങും, എല്ലാ നാവും ഏറ്റുപാടും, യേശു മാത്രം കർത്താവെന്ന്. ആ നാമത്തിന്റെ മഹത്വത്തിനായി യാഹ്വേ, glory to God, hallelujah, Jesus, hallelujah, യേശുവേ, hallelujah. ഇന്നേ ദിവസം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും കൃപയും സമാധാനവും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.